തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ചിത്രമെടുക്കുന്നതിനും നിയന്ത്രണം, മാധ്യമങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും തീരുമാനം. കേരള കാർഷിക സർവകലാശാലയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ബിരുദദാന ചടങ്ങിൽ വിലക്കേർപ്പെടുത്തിയത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, അങ്ങനെ വിവാദങ്ങൾ വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ എടുക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം വന്നിരിക്കുകയാണ്. എന്താണ് സർവകലാശാല പറയുന്ന നിബന്ധനകൾ? കഴിഞ്ഞ ആഴ്ച ഭാരതാംബ വിവാദം ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശൂരിൽ കൃഷിമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും നേരിട്ട് പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കേരള കാർഷിക സർവകലാശാലയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. സർവകലാശാല അധികൃതരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കുന്നത് 1200-ലധികം വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ്. ഈ ചടങ്ങിൽ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അടക്കം ഉള്ള വലിയൊരു ആൾക്കൂട്ടം പങ്കെടുക്കുന്ന ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ പരിപാടിയുടെ ഒരു നടത്തിപ്പ് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കുന്നതിനും അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. 25 മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് മാത്രമായിരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഈ വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോട്ടോ ചിത്രീകരണത്തിനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ എന്നും മാധ്യമപ്രവർത്തകരിൽ 25 പേർക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ 25 സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ എന്നുമാണ് കാർഷിക സർവകലാശാല അധികൃതർ വ്യക്തമാക്കുന്നത്. മറുവശത്ത് PRD നേരിട്ട് ഈ ചടങ്ങിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളും മറ്റ് അവിടെ നടക്കുന്ന സംഭവങ്ങളും ചിത്രീകരിക്കുകയും വാർത്തയായി നൽകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും കേരള കാർഷിക സർവകലാശാല അധികൃതർ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഗവർണർ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി നടന്നിരുന്നു. അവിടെയൊന്നും ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ രാജ്ഭവന് ബന്ധമില്ല എന്നുള്ളതാണ് ഗവർണർ ഓഫീസിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെയും തൃശൂരിൽ മുഖ്യമന്ത്രിയും ഗവർണർമാരും അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വിവിധ പരിപാടികൾ നടന്നിരുന്നു. പക്ഷേ അന്നൊന്നും ഇത്തരത്തിലുള്ളൊരു പ്രത്യേക നിയന്ത്രണങ്ങളോ ഫോട്ടോഗ്രാഫിക്കോ വീഡിയോഗ്രാഫിക്കോ ഉള്ള നിയന്ത്രണങ്ങളോ ഒന്നും ഏർപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഈ നിയന്ത്രണത്തെ ശ്രദ്ധേയമാക്കുന്ന കാര്യം. ഇതിന് പ്രത്യേക താല്പര്യമൊന്നുമില്ല. യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, ജൂൺ 5 നടന്ന പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഭാരതാംബ വിവാദത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിരുന്ന ഗവർണർ അർലേക്കറും അതോടൊപ്പം തന്നെ കൃഷിമന്ത്രി പി പ്രസാദും അടക്കമുള്ള ആളുകൾ രണ്ടുപേരും ഈ സംഭവത്തിന് ശേഷം നേരിട്ട് ഒരു വേദിയിൽ ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാകാം ഒരുപക്ഷെ സർവകലാശാല ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങൾക്ക് അവരുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവർ വ്യക്തമാക്കുന്ന വിശദീകരണം. മാത്രമല്ല, ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ആ പരിപാടിയുടെ ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നിയന്ത്രണം ഫോട്ടോഗ്രാഫിയിലും. തീർച്ചയായും എന്താണെങ്കിലും കേരള കാർഷിക സർവകലാശാലയുടെ പ്രത്യേക നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ബിരുദദാന ചടങ്ങിലേക്കാണ് ഇക്കാര്യങ്ങളിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.